Hello friends, welcome to Ayesha's Kitchen. Ayesha's Kitchenലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചിക്കൻ വിന്ദലു അല്ലെങ്കിൽ ചിക്കൻ വിന്ദാലു എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ചിക്കൻ വിന്ദാലു വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ സ്പൈസി ആയിട്ടുള്ളതുമായ ഒരു കറി റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പൈസി ആയിട്ടുള്ള കറികളൊന്നും ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ചേർക്കുന്ന മുളകിൻ്റെ അളവൊന്ന് കുറച്ചെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പോലും നിങ്ങൾ ഈ ഒരു കറി തയ്യാറാക്കാതെ ഇരിക്കരുത്, കാരണം അത്രയും ടേസ്റ്റിയുള്ള നല്ലൊരു വ്യത്യസ്തമായ ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ വിന്ദാലു എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് വിന്ദാലു മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ അല്പം സ്പൈസസ് ചൂടുവെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടുവെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട, അല്പം വെള്ളത്തിൽ മാത്രം സോക്ക് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഒരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അധികം എരിവുണ്ടാവില്ല. പിന്നെ 1/2 ടീസ്പൂണ് നല്ല ജീരകം, പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക്, പിന്നെ 1 ടീസ്പൂണ് പച്ചമല്ലി. ഇതെല്ലാം കൂടി 15 മിനിറ്റോളം ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുളകിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് നമുക്ക് ഗ്രൈൻഡറിലേക്ക് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളവും അതിൻ്റെ ബാക്കി ചേരുവകളും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 8 പീസ് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു 2-3 പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്കൊരു 1/4 ടീസ്പൂണ് കറുവാമ്പട്ടയുടെ പൊടി ചേർത്ത് കൊടുക്കാം. കറുവാമ്പട്ടയുടെ പൊടി ഇല്ലെങ്കിൽ കറുവാമ്പട്ട 2 പീസ് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്തത്. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് സുർക്ക കൂടെ ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ വിന്ദാലു മസാല വെച്ചിട്ട് നമുക്ക് ചിക്കൻ വിന്ദാലു, മട്ടൻ വിന്ദാലു ഇതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ വിന്ദാലു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാന് ചൂടാക്കിയിട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് ഒണിയൻ സോസാണ്. അപ്പോൾ ഇതിലേക്ക് 2 സവാള വളരെ കനം കുറച്ചിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 വലിയ സവാള തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ല സോഫ്റ്റ് ആവുന്നതും അതുപോലെ നല്ല ഗോൾഡൻ ആവുന്നത് വരെ ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് സോഫ്റ്റായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സുർക്ക ഒഴിച്ചു കൊടുക്കാം, അതായത് വിനെഗർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് നമ്മളുടെ സവാള, അതുപോലെ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കും വേണം. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എണ്ണ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇത് ബൗളിലേക്ക് മാറ്റാൻ. ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കിത് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിന്ദാലു മസാല ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. നന്നായിട്ട് കുക്കായി കിട്ടും വേണം. മുകളിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ നമ്മളിത് വേവിച്ചെടുക്കണം. എന്നാലേ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഈ സവാള നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം നമുക്ക്. അപ്പോൾ സവാള നമുക്ക് ഗ്രൈൻഡറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ അല്പം ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ വിന്ദാലുവിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഒണിയൻ സോസ്. അപ്പോൾ ഓണിയൻ സോസ് അവിടെ ഇരിക്കട്ടെ. നമ്മളുടെ വിന്ദാലു മസാലയിലേക്ക് നമുക്ക് അല്പം കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. വളരെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അല്പം കൂടി ഓയിൽ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എന്നാലേ ആ പച്ചമണമൊക്കെ മാറി വരുള്ളൂ. മസാലയുടെ കുത്തൊക്കെ മാറണമെങ്കിൽ അല്പം കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ അല്പം ശർക്കര കൂടി ചേർക്കുന്നുണ്ട്. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശർക്കര ഇല്ലയെന്നാണെങ്കിൽ അല്പം പഞ്ചസാര ചേർത്താലും മതി. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം മുകളിലൊക്കെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് നമ്മളുടെ വിന്ദാലു മസാലയുടെ. അപ്പോൾ നമ്മൾക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു മീഡിയം സൈസായിട്ടുള്ള പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്.
ഇനി ഈ വിന്താലു മസാലയിൽ ഈ ചിക്കൻ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ ഒന്നും ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനില്ല. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓണിയൻ പേസ്റ്റ് അല്ലെങ്കിൽ ഓണിയൻ സോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് അല്പം വെള്ളം കൂടി വേണ്ടി വരും. അപ്പോൾ ഈ ഗ്രൈൻഡറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ കറി നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഭയങ്കര നല്ലൊരു മണമായിരിക്കും കിച്ചൺ മൊത്തം. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ ഞാനിതിൽ കണ്ടിട്ടുള്ളൂ. സ്പൈസി ആയിട്ടുള്ള കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമ്മൾ അടച്ച് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. എന്നാലേ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു കറി തയ്യാറാക്കുന്ന സമയത്ത് ഇതിൽ മുളകൊന്നും ഒട്ടും കുറച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് ഈ ഒരു വിന്താലു തയ്യാറാക്കിയിട്ടുള്ളത്. കാരണം വിന്താലു എന്ന് പറഞ്ഞാൽ നല്ല സ്പൈസി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എരിവ് ഇഷ്ടമില്ലാത്തവർ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ മുളക് ചേർക്കുന്നത് അല്പം കുറച്ചെടുക്കുക. എന്നാൽ ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല, എരിവ് കുറച്ച് കുറഞ്ഞ് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളുടെ ചിക്കൻ വിന്താലു റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ചിക്കൻ വിന്താലു റെഡിയായി കിട്ടേണ്ടത്. എന്നാലേ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ബട്ടർ നാനിൻ്റെ റെസിപ്പി ഇട്ട സമയത്തായിരുന്നു ഈ ഒരു കറി റെഡിയാക്കിയിരുന്നത്. അന്ന് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കറി റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അയക്കാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ, താങ്ക് യു.